അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ആലാക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഡ്രസ്സും ഷൂസും ഒക്കെ ആയിട്ട് ഞാനൊരു ഷോപ്പ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഏത് വലിയ കാര്യമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞില്ല അല്ലേ. എൻ്റെ മോളുടെ 3rd ബർത്ത്ഡേയുടെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്കിങ്ങനെ മെമ്മറീസ് സൂക്ഷിച്ച് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ കുറേ ആയി വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. എനിക്കറിയാം നല്ല ബിസിയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ വ്ളോഗ് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇത്ര ലേറ്റ് ആയത്. ആൻഡ് ഒരുപാട് പേരിങ്ങനെ വ്ളോഗ്സിൽ കൂടെയൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം വെയിറ്റിംഗ് എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോളുടെ ബർത്ത്ഡേയുടെ ഒരു 2 days മുമ്പ് തന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് പോലെ ചെയ്തു വെച്ചു. ആൻഡ് എനിക്കെല്ലാം അറ്റ് എ ടൈം ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്കെല്ലാം ഇങ്ങനെ നേരത്തെ ചെയ്ത് തീർത്ത് വയ്ക്കുക. അപ്പോൾ നേരത്തെ കൂട്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഹലയുടെ 1st ബർത്ത്ഡേ ഞങ്ങൾ കുറച്ച് വലിയൊരു പ്രോഗ്രാം പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളും തിക്കും തിരക്കും പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടില്ല എന്ന്. അന്ന് എനിക്ക് വലിയൊരു കാര്യമായിട്ട് പറയാനായിട്ട് അവൾക്ക് അത്ര നല്ല ഫോട്ടോസും ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ആ ഒരു വിഷമം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എല്ലാം കൂടെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ മേ ബി അതെല്ലാം ഒന്നും റെഡി ആവണമെന്നൊന്നുമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുമ്പേ ഇതൊക്കെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആക്കി വെച്ചത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം, അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ ഫ്രണ്ട്സിനെ വിളിച്ച് അവരുടെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഫോട്ടോസ് എടുത്തത്. കാരണം ഒരു കറക്റ്റ് ഒരു സ്പോട്ടിലോ എവിടെയാണ് പോകേണ്ടതെന്നോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എവിടെന്നെങ്കിലും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഫുൾ സറൗണ്ടിങ്സ് അവർക്ക് വേണ്ടിയിട്ടൊരു പോസിറ്റീവായിട്ട് നിന്ന പോലെ അങ്ങനെ തോന്നി കേട്ടോ. ജാസ്മിൻ നിൽക്കുവാണെങ്കിൽ അത് മറ്റേ വെച്ചിട്ട് കളയാൻ പറ്റേ അയ്യോ പൊതുവല്ലേ ചിരിച്ചേ പാച്ചിലൊക്കെ ചിരിച്ചോ അങ്ങനെ ചിരിച്ചോ. ഓക്കെ ഓക്കെ ചിരിച്ചോ പാച്ചിലും കയ്യിന്റെ കിട്ടിയില്ലെങ്കിൽ മോനെ. ഹലോ 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 ഇരിക്കിരിക്കുക.
ഇതിലേക്ക് നോക്ക്, ക്യാമറയ്ക്ക് ഈ ക്യാമറയ്ക്ക് നോക്ക്, അങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ. ശരി, നല്ല ശരി, നല്ല ശരി. ഹലോ സ്മൈൽ. അതുപോലെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഹലാക്ക് വേണ്ടിയിട്ടുള്ള യൂണിക്കോൺ തീം കേക്ക് സെറ്റ് ചെയ്ത് തന്നത് ഹേസൽ ബെഹറി എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്നാണ് കേട്ടോ. അതുപോലെ ബ്രൗണീസും കുക്കീസൊക്കെ സെൻഡ് ചെയ്ത് തന്നത് omycake.bh എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്നാണ്. എല്ലാം തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഡെലിവറി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എറൗണ്ട് ഒരു 7 o'clock ഒക്കെ ആയി ചെറിയ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾക്ക് ഫുഡൊക്കെ അവർ ഡെലിവറി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തത് വീട്ടിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ആക്കാമെന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഫുഡ് ഓർഡർ ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കാനുണ്ടാവില്ല, നല്ല ടയേർഡായി പോവും. സോ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ഡേ അവിടെ എൻഡായി. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്പെഷ്യൽ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വ്ലോഗിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.